നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഡൽഹിയിൽ നടക്കുന്ന പോരാട്ടത്തിന് കരുത്തേകാൻ കേരളത്തിലെ യുവതിയും ഡൽഹി ചലോ എന്ന മുദ്രാവാക്യവുമായാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ യാത്ര തിരിച്ചത്. കണ്ണൂരിൽ നിന്നും പ്രവർത്തകർ ഡൽഹിയിലേക്ക് തിരിച്ചു. രാജ്യതലസ്ഥാനം തിളച്ചുമറിയുകയാണ്. ഒരിക്കലും കുലുങ്ങില്ലെന്ന് കരുതിയ ഭരണ നേതൃത്വത്തെ വരെ ഞെട്ടിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം മുന്നേറുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ശക്തമായ നടപടിയും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും ആവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം. ഇതിൽ അണിചേരുകയാണ് കേരളത്തിലെ യുവാക്കളും. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് യുവാക്കൾ ഡൽഹിയിലേക്ക് തിരിച്ചത്. കണ്ണൂരിൽ നിന്ന് സമരത്തിന്റെ ഭാഗമാകാൻ പോകുന്നവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകി. ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥി പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കേരളത്തിൽ നിന്നും ഡിവൈഎഫ്ഐ വോളണ്ടിയർമാരും യാത്ര തിരിച്ചത്. യാത്രയയപ്പ് യോഗം ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഐതിഹാസിക സമരമാണ് ഡൽഹിയിൽ നടക്കുന്നതെന്നും ഈ പോരാട്ടം വിജയം കണ്ടേ അവസാനിക്കൂ എന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ മോദിയുടെ ഭരണത്തിന്റെ കീഴിൽ തീക്കട്ട ഉറുമ്പരിക്കുകയാണ്. തീക്കട്ടയാണ് ഉറുമ്പരിക്കുന്നത്. അവിടെ വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, അതേപോലെ മറ്റിടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ആ കുട്ടികളെ ഇരുമ്പാണി, വലിയ മൂർച്ചയുള്ള ഇരുമ്പാണി നിറച്ച് പട്ടിക കൊണ്ട് അടിച്ച് ക്രൂരമായി മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ചോരയെടുത്ത് ഒലിപ്പിക്കുന്ന, ചോര കുടിക്കുന്ന കാട്ടാളന്മാരുടെ ഭരണമാണ് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നടക്കുന്നത്. ആ കാട്ടാള ഭരണത്തെ പിടിച്ച് കുലുക്കുന്ന ഒരു സമരം നിങ്ങൾ കണ്ണൂരുകാര് അന്ന് ഡൽഹിയിൽ എത്തുമ്പോൾ അവിടെ നടക്കട്ടെ എന്ന് ഞാൻ അഭിമാനകരമായി നിങ്ങളോടെല്ലാം പറയാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് കെ അനുശ്രീ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എം വിജിൻ MLA, എം ഷാജർ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 18 ബ്ലോക്കുകളിൽ നിന്നായി 21 പേരാണ് ട്രെയിനിൽ സമരയാത്ര നടത്തുന്നത്. 27 രാവിലെ ജന്തർ മന്ദറിൽ ഇവർ എത്തും. ഡൽഹി പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 27 ജില്ലാ കേന്ദ്രങ്ങളിൽ ഏകദിന ഉപവാസവും ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.